ഭാഗം 2. യക്ഷിണി വേട്ട അവസാനിപ്പിച്ചുവോ? ബസ് മുന്നോട്ടോടുന്ന അതേ വേഗത്തിലാണ് നമ്മുടെയൊക്കെ ജീവിതം പോകുന്നത്. എത്ര വേഗത്തിലാണ് ഓരോ വർഷവും കടന്നു പോകുന്നത്. ഒരേ ഒരു വ്യത്യാസം, ബസ്സുകൾ സ്റ്റോപ്പുകളിൽ നിർത്തുന്നു എന്നതാണ്. പക്ഷെ നമുക്കറിയാവുന്നത് പോലെ തന്നെ ജീവിതത്തിനിടയ്ക്ക് സ്റ്റോപ്പുകളില്ലല്ലോ. നമ്മുടെയൊക്കെ ശ്വാസം നിലയ്ക്കുന്നത് വരെ നമ്മുടെ ജീവിതം ഓടും. ആദി ബസിന്റെ സൈഡ് സീറ്റിൽ ഓരോന്നോർത്തിരിക്കുകയായിരുന്നു. അവന്റെ ചെവിയിൽ ഇയർഫോൺ വെച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം പോക്കറ്റ് FM-ൽ നിന്നും എന്തോ ഒരു ഹൊറർ സ്റ്റോറിയും കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ ബസ്സിലിരുന്ന് താമരശ്ശേരി ചുരം കയറുന്നതും ഓരോ ഹെയർപിൻ വളവുകൾ തിരിയുന്നതും എല്ലാം അവൻ നന്നായി ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി എളുപ്പത്തിൽ വയനാട്ടിൽ എത്താനായി ആദിവാസി പോരാളിയായിരുന്ന കരിന്തണ്ടൻ കണ്ടുപിടിച്ചു കൊടുത്ത താമരശ്ശേരി ചുരം. 9 ഹെയർപിൻ വളവും പശ്ചിമഘട്ടത്തിന്റെ ഭംഗിയും ആസ്വദിച്ചുകൊണ്ടിരുന്ന അവൻ പതിയെ ഉറക്കത്തിൽ വീണു. കുറച്ചു നേരത്തിന് ശേഷം ആരോ തന്റെ കയ്യിൽ പിടിച്ചു വലിക്കുന്നത് പോലെ തോന്നിയാണ് അവൻ കണ്ണു തുറന്നത്. ഉറക്കം നഷ്ടപ്പെട്ട ആവലാതിയോടെ കണ്ണു തുറന്നു നോക്കി അവൻ കണ്ടത് അവനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് അവൻ അടുത്തിരിക്കുന്ന ഒരു വൃദ്ധനെയാണ്. തന്റെ വലിയ കണ്ണുകൾ കൊണ്ട് ആ വൃദ്ധൻ അവനെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ആ വൃദ്ധൻ ഒരു കാവ്യമുണ്ടാണ് ധരിച്ചിരിക്കുന്നത്. കാവ്യ കൊണ്ട് തന്നെ മേലാടെ ഒരു സന്യാസി പോലെയൊക്കെ തോന്നിപ്പിക്കുന്ന വസ്ത്രധാരണം. അതുകൂടാതെ അയാളുടെ കൈകൾ രണ്ടും വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആദ്യം ഒന്ന് അമ്പരന്നു. കാരണം അവന്റെ ഓർമ്മയിൽ അവൻ മയങ്ങുന്നതിന് മുൻപ് അവന്റെ അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഈ വൃദ്ധൻ ഇതെവിടുന്ന് വന്നു എന്നാണ് അവൻ ആലോചിച്ചത്. എന്താണ് മുത്തശ്ശ, എന്താ കാര്യം? ആദിത്യൻ ഇത്തിരി ദേഷ്യത്തോടെ ചോദിച്ചു. മോനെ, ഞാൻ മോന്റെ ഉറക്കം കളഞ്ഞതിൽ ക്ഷമ ചോദിക്കുന്നു. പക്ഷെ എനിക്ക് മോന്റെ ഒരു സഹായം വേണം. അതിനാണ് ഞാൻ വിളിച്ചത്, വൃദ്ധൻ പറഞ്ഞു. അയാൾ ചെറുതായി ചുമയ്ക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട് അവന് പാവം തോന്നി. വയ്യാത്ത അയാളോട് ദേഷ്യപ്പെട്ടത് തെറ്റായി പോയെന്ന് അവന് തോന്നി. എന്റെ എന്ത് സഹായമാണ് മുത്തശ്ശന് വേണ്ടത്? ആദിത്യൻ ചോദിച്ചു. എനിക്ക് സമയം എത്ര ആയെന്ന് അറിയാനാണ് മോനെ. മോന്റെ വാച്ചിൽ നോക്കിയപ്പോൾ കണ്ണ് പിടിക്കുന്നില്ല. വയസ്സായില്ലേ? വൃദ്ധൻ പറഞ്ഞു. ഓ, അതോ, സമയം 6 കഴിഞ്ഞു. 6:30 ആദിത്യൻ വാച്ചിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ, അപ്പോൾ അധികം വൈകാതെ അങ്ങ് എത്തുവല്ലേ? വൃദ്ധൻ ആശ്വാസത്തോടെ പറഞ്ഞു. കുറച്ചു നേരം ആരും ഒന്നും സംസാരിച്ചില്ല. അല്ല, മോൻ എങ്ങോട്ടാ പോകുന്നത്? വൃദ്ധൻ ആദിയെ ഉറ്റുനോക്കി ചോദിച്ചു. ഞാൻ മാനന്തവാടിയിലേക്കാണ് പോകുന്നത്. ആദ്യ ഒരു സംഭാഷണത്തിന് താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു. മാനന്തവാടിയോ? ഞാനും അങ്ങോട്ടേക്കാണ്. അപ്പോൾ ഈ യാത്രയ്ക്കൊരു സുഖമായല്ലോ. ഒറ്റയ്ക്കല്ലല്ലോ, കൂട്ടിന് ആളുണ്ടല്ലോ. വിരോധമില്ലെങ്കിൽ അവിടെ എത്തുന്നത് വരെ സംസാരിച്ചിരിക്കാം. വൃദ്ധൻ ഒരു കൂട്ടുകിട്ടിയ ആഹ്ലാദത്തിൽ പറഞ്ഞു. അല്ല മോനെ, മാനന്തവാടിയിൽ എവിടേക്കാണ് മോൻ പോകുന്നത്? വൃദ്ധൻ അറിയാനുള്ള ആഗ്രഹത്തിൽ ചോദിച്ചു. ആദിക്ക് വൃദ്ധന്റെ സംസാരം ഇഷ്ടപ്പെട്ടു. കൂടുതൽ സംസാരത്തിന് താല്പര്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു. ശരിക്കും ഞാൻ മാനന്തവാടിയിലേക്കല്ല, അവിടുന്ന് 1 മണിക്കൂർ കൂടി പോണോ എനിക്ക്. കൃത്യമായി പറഞ്ഞാൽ കുറുവാദ്വീപ്. അങ്ങോട്ടേക്കാണ് ഞാൻ പോകുന്നത്. അവിടേക്ക് ബസ്സില്ലല്ലോ. മാനന്തവാടി ഇറങ്ങി വേറെ പോകണ്ടേ? അതാണ് അങ്ങനെ പറഞ്ഞത്. മോൻ അതിന് അവിടെ ബന്ധുക്കളുണ്ടോ കുറുവാദ്വീപിൽ? വൃദ്ധൻ ചോദിച്ചു. ഇല്ലില്ല, ബന്ധുക്കളുണ്ട്. പക്ഷെ അവരൊക്കെ അങ്ങ് പൈമപ്പള്ളിയിലാണ്. ആദ്യം ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു. പിന്നെ എന്തിനാ മോൻ അങ്ങോട്ട് പോകാതെ കുറുവാദ്വീപിലേക്ക് പോകുന്നത്? വൃദ്ധന്റെ ചോദ്യം കേട്ട് ആദ്യം ഒന്നും സംസാരിച്ചില്ല. അവൻ കുറച്ചു നേരത്തേക്ക് മൗനിയായി. അവന്റെ മറുപടി കാണാത്തതുകൊണ്ട് വൃദ്ധൻ അവന്റെ കയ്യിൽ കയറി പിടിച്ചു. ആ ചോദ്യത്തിന്റെ ഉത്തരം തരാൻ അവന് ബുദ്ധിമുട്ടുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. ശരി, മോൻ ഉത്തരം പറയണ്ട. അല്ല, മോൻ കുറുവാദ്വീപിൽ എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ അവിടെ ഗ്രാമത്തിനടുത്തുള്ള മാണിക്യമംഗലം മനയിലാണ് താമസിക്കുന്നത്, ആദി പറഞ്ഞു. ഏത്? പണ്ട് ബ്രിട്ടീഷുകാർ നാട് കാക്കുന്ന പൊന്നു തമ്പുരാന്റെ അടുത്ത് നിന്നും ചതിയിൽ കൈയടക്കിയ മാണിക്യമംഗലം മനയോ? വൃദ്ധൻ
ആശ്ചര്യത്തോടെ ചോദിച്ചു. ആ, അത് തന്നെ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ മന കഴിഞ്ഞ 13 കൊല്ലമായിട്ട് പൂട്ടിയിട്ടിരിക്കുകയല്ലേ? വൃദ്ധൻ ചോദിച്ചു. ആ, എനിക്കറിയാം. ഇനി ആ മന ആരുമില്ലാതെ അനാഥമായി പൂട്ടിക്കിടക്കില്ല. ഞാൻ ഇന്ന് രാത്രി തന്നെ അവിടെ എത്തി അത് തുറക്കും, ആദി ഉറപ്പോടെ പറഞ്ഞു. അരുതു മോനെ, പാടില്ലത്. അതൊക്കെ ദോഷമാവും. മോൻ അവിടുത്തെ കഥയൊന്നും അറിയില്ലല്ലേ. ശരിക്കും കഥയല്ല, നടന്ന സംഭവങ്ങൾ. വൃദ്ധൻ ഒരു താക്കീതോടെ പറഞ്ഞു. അയാളുടെ ശബ്ദത്തിൽ ഒരു മുന്നറിയിപ്പ് ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. കഥയോ? എന്ത് കഥ? മുത്തശ്ശൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ആദി സംശയത്തോടെ ചോദിച്ചു. മോൻ ചെറുപ്പത്തിൽ ആ ഗ്രാമത്തിൽ താമസിച്ചിരുന്നെങ്കിൽ യക്ഷിണിയെ കുറിച്ച് മോൻ എന്തായാലും കേട്ടിരിക്കും. കാരണം അവിടെ കബനി നദിക്കരയാണ് അവളുടെ വിഹാരം. വൃദ്ധൻ ആദിയെ നോക്കി ദയോട് പറഞ്ഞു. ആദി മറുപടിയൊന്നും പറയാതെ വൃദ്ധൻ പറയുന്നതിൽ ശ്രദ്ധിച്ചു. അവന്റെ മുഖഭാവത്തിൽ അവൻ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു എന്ന് വൃദ്ധന് തോന്നി. യക്ഷിണിക്ക് ഇഷ്ടപ്പെട്ട അവളുടെ 2 ഇടങ്ങളുണ്ട് അവിടെ. ഒന്ന് കബനി നദിക്കര, 2 മോൻ ഇപ്പോൾ പോകുന്ന മാണിക്യമംഗലം മന. വൃദ്ധൻ പറഞ്ഞു നിർത്തി. ആദിയുടെ നോട്ടത്തിലെ കൗതുകം മനസ്സിലാക്കിയെന്നോണം വൃദ്ധൻ തുടർന്നു. അതെ, ഗ്രാമത്തിലെ എല്ലാ ആളുകളും അവളെ മനയിൽ അലഞ്ഞു നടക്കുന്നതായി ഒത്തിരി തവണ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് രാത്രിയിൽ മനയുടെ പരിസരത്തുകൂടി ആരും പോവാറില്ല. അതുമാത്രമല്ല, യക്ഷിണി എല്ലാ പൗർണമിയിലും അമാവാസി രാത്രിയിലും മനയിലോ അല്ലെങ്കിൽ നദീതീരത്തോ കൂടി കടന്നു പോകുന്ന പുരുഷന്മാരെ ഭോഗിക്കും. അതിനുശേഷം അവൾ അവരുടെ ചൂട് രക്തം കുടിച്ചുകൊണ്ട് അവരെ കൊല്ലും. വൃദ്ധൻ തുടർന്നു. ശരിക്കും? മുത്തശ്ശൻ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ പണ്ട് എന്റെ കുട്ടിക്കാലത്ത് എന്റെ അച്ഛൻ പറഞ്ഞു തന്ന കഥകളൊക്കെ സത്യമായിരുന്നു എന്ന് തോന്നുന്നു. അവയെല്ലാം യാഥാർത്ഥ്യമായിരുന്നു അല്ലേ? ആദി ആശ്ചര്യത്തോടെ പറഞ്ഞു. മോനെ, നീ ഏത് കഥകളെ കുറിച്ചാണ് പറയുന്നത്? വൃദ്ധൻ അറിയാനുള്ള ആകാംക്ഷയോടെ ചോദിച്ചു. എന്തോ ആ കഥയൊക്കെ ചിന്തിച്ച് പഴയ ഓർമ്മകളിലേക്ക് പോയത് കൊണ്ടാണോ ആദി വൃദ്ധന്റെ ആ ചോദ്യം കേട്ടിരുന്നില്ല. അവൻ അവന്റെ ചെറുപ്പകാലത്തെ ഓർമ്മകളിൽ ചുറ്റിക്കറങ്ങുകയായിരുന്നു. കുഞ്ഞിലെ ഏകദേശം അവനൊരു 10 വയസ്സെന്തോ ഉള്ളപ്പോൾ അവന്റെ അച്ഛൻ പറഞ്ഞു കൊടുത്ത യക്ഷിണിയെ കുറിച്ചുള്ള കഥ ഓർക്കുകയായിരുന്നു അവനപ്പോൾ. അച്ഛനും അമ്മയും അവനുമുള്ള മധുരമുള്ള ഓർമ്മ. അച്ഛാ, അച്ഛനിത് എന്ത് ചെയ്യുവാ ഇവിടെ? കുഞ്ഞി ആദി കൊഞ്ചലോടെ ചോദിച്ചു. ഒന്നുമില്ല കണ്ണാ, അച്ഛൻ ഇവിടെ ഒരു കഥ എഴുതുകയായിരുന്നു. ആദിയുടെ അച്ഛൻ അതും പറഞ്ഞ് ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്യുന്നത് തുടർന്നു. അച്ഛന് മാത്രം അവൻ കണ്ണനാണ്, മറ്റുള്ളവർക്ക് ആദിയും. എന്ത് കഥയാണ് അച്ഛാ? ആരെ പറ്റിയാണ്? അച്ഛൻ ഇപ്പോൾ എഴുതുന്ന കഥ എനിക്ക് പറഞ്ഞു തരുവോ? സ്വതവേ കുട്ടികൾക്കുണ്ടാവുന്ന പുതിയതായി എന്തോ അറിയാനുള്ള ആവേശത്തോടെ ആദി ചോദിച്ചു. ഞാൻ യക്ഷിണിയെ കുറിച്ചുള്ള കഥയാണ് കണ്ണാ എഴുതുന്നത്. ആദിയുടെ അച്ഛൻ ജോലി തുടർന്നുകൊണ്ട് പറഞ്ഞു. എന്നാൽ എനിക്ക് ആ യക്ഷിണിയുടെ കഥ പറഞ്ഞതാ അച്ഛാ. ആദി വാശി പിടിച്ചു. ഇല്ല കണ്ണാ, നീ ഇപ്പോൾ വളരെ ചെറിയ കുട്ടിയാണ്. ഇപ്പോൾ നീ യക്ഷിണിയുടെ കഥ കേട്ടാൽ പേടിക്കും. മോനിപ്പോൾ അമ്മ തരുന്ന ആഹാരമൊക്കെ കഴിച്ച് വലിയ ആളാവുമ്പോൾ അച്ഛൻ മോന് പറഞ്ഞു തരാട്ടോ. ആദിയുടെ അച്ഛൻ അവന്റെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷെ ഞാനിപ്പോൾ വലിയ കുട്ടിയാണെന്നല്ലേ അച്ഛൻ എപ്പോഴും പറയാറ്. അതുകൊണ്ട് എനിക്ക് ഇപ്പൊ തന്നെ കേൾക്കണം. അല്ലാത്തപ്പോഴൊക്കെ വലിയ കുട്ടി. കഥ പറഞ്ഞു തരാൻ പറഞ്ഞപ്പോ ചെറിയ കുട്ടിയായോ? ആദി മുഖം ചരിച്ചു പിണക്കത്തോടെ പറഞ്ഞു. ശരി ശരി, അച്ഛന്റെ കണ്ണൻ പിണങ്ങണ്ട. അച്ഛൻ കഥ പറഞ്ഞു തരാം. ആ യക്ഷിണി ഉണ്ടല്ലോ, അവളൊരു പ്രേതമാണ്. നമ്മുടെ കബനി നദിക്കരയിൽ താമസിച്ചിരുന്നതായി ആളുകളൊക്കെ പറയുന്നു. അതുകൂടാതെ അവൾ നമ്മുടെ നദിയുടെ അടുത്തുള്ള വനങ്ങളിൽ അലഞ്ഞു നടക്കും. എല്ലാ പൗർണമിയിലും അല്ലെങ്കിൽ അമാവാസി രാത്രി അവൾ പതിവായി നദി മുറിച്ചു കിടക്കുന്ന യാത്രക്കാരെ ആകർഷിക്കും. അവൾ അതിനായി എപ്പോഴും കയ്യിൽ രാത്രിയിൽ വിരിയുന്ന പാലപ്പൂവോ മുല്ലപ്പൂവോ അവളുടെ അടുത്ത് സൂക്ഷിക്കും. കാരണം
ആ 2 പുഷ്പങ്ങളുടെ സുഗന്ധങ്ങൾ അവൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അവൾക്ക് പുരുഷന്മാരുടെ മനസ്സിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള കഴിവുണ്ട്. കൂടാതെ അവരെ ഭോഗിക്കും. ആദിയുടെ അച്ഛൻ പറയുന്നതിനിടയ്ക്ക് സംഭാഷണത്തിൽ തടസ്സം വന്നതുപോലെ ഒന്ന് നിർത്തി. ഭോഗിക്കും എന്ന് വെച്ചാൽ എന്താണ് അച്ഛാ? കൗതുകം കൊണ്ട് ആദി അവന്റെ അച്ഛനോട് ചോദിച്ചു. അവന്റെ ആ ചോദ്യം കേട്ട് അവന്റെ അച്ഛൻ നിശബ്ദനായി വിഷയം മാറ്റാൻ ശ്രമിച്ചു. അതാണ് അച്ഛൻ പറഞ്ഞത് കണ്ണാ, ഇതെല്ലാം മനസ്സിലാക്കാനുള്ള പ്രായം അച്ഛന്റെ കണ്ണനായിട്ടില്ല. മോൻ ഇപ്പോഴും കുഞ്ഞാണ്. മോൻ വലുതാവുമ്പോൾ ഇതൊക്കെ മോന് മനസ്സിലാവും. ശരി, അച്ഛൻ ബാക്കി കഥ പറയ്. പിന്നീട് എന്ത് സംഭവിച്ചു? ആദി ബാക്കി അറിയാനുള്ള ആവേശത്തിൽ ചോദിച്ചു. അങ്ങനെ ആ നദിക്കരയിൽ വരുന്ന പുരുഷന്മാരെ ഭോഗിച്ചു കഴിഞ്ഞാൽ യക്ഷിണി അപ്പോഴുള്ള അവളുടെ സുന്ദര രൂപത്തിൽ നിന്നും അവളുടെ ശരിയായ രൂപത്തിലേക്ക് മാറും. അത് വളരെ ഭയാനകമാണ്. ഒരു ഭീകര രൂപി, വലിയ ഒരു രാക്ഷസി എന്നൊക്കെ പറയാം. അവളെ ആ രൂപത്തിൽ കണ്ടാൽ ഒരുപക്ഷെ നമ്മുടെ ഹൃദയം മിടിക്കുന്നത് തന്നെ നിന്നുപോകും. അത്രയ്ക്ക് പേടിപ്പെടുത്തുന്ന രൂപമാണ്. അങ്ങനെ അവളുടെ യഥാർത്ഥ രൂപത്തിൽ വന്നയുടൻ അവൾ കൂടെയുള്ള ആളുടെ ഹൃദയം ശരീരത്തിൽ നിന്നും പിളർന്നെടുത്ത് അവരുടെ രക്തമെല്ലാം കുടിക്കും. അച്ഛൻ വിശദീകരിച്ചു കൊടുത്തു. പക്ഷെ അവരെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അവർ ഒരു ചീത്ത സ്ത്രീയാണോ അച്ഛാ? ആദി അവന്റെ സംശയം പ്രകടിപ്പിച്ചു. അവന് യക്ഷിണിയോടുള്ള ഭയത്തേക്കാൾ അവളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്. ഇല്ല കണ്ണാ, യക്ഷിണി ഒരു മോശം സ്ത്രീ ആയിരുന്നില്ല, ഒരു നല്ല സ്ത്രീയായിരുന്നു. അവൾ ഒരു അപ്സരസിനെ പോലെ ആയിരുന്നു. ഈ ഭൂമി അല്ലാത്ത അവരുടെ ലോകത്തെ ദേവതയായിരുന്നു അവൾ. അച്ഛൻ വീണ്ടും ആദിക്ക് വിശദീകരിച്ചു കൊടുത്തു. പിന്നെന്തിനാ അവൾ ആ ആളുകളെയൊക്കെ കൊല്ലുന്നത് അച്ഛാ? അച്ഛൻ പറഞ്ഞില്ലേ നദി കിടക്കുന്ന ആളുകളെയൊക്കെ കൊല്ലുവെന്ന്. ചീത്ത ആളുകളല്ലേ മറ്റുള്ള ആളുകളെ കൊല്ലുള്ളൂ. അപ്പോൾ അവർ ചീത്തയല്ലേ? ആദി ചോദിച്ചു. അവൾ അങ്ങനെയൊക്കെ ചെയ്യാൻ കാരണമുണ്ട് കണ്ണാ. അവൾക്ക് കിട്ടിയ ഒരു ശാപം കൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് മോനെ. അല്ലാതെ ആഗ്രഹത്തോടെ അല്ല അവൾ അങ്ങനെ ചെയ്യുന്നത്. അച്ഛൻ അവന്റെ സംശയം മുഴുവൻ തീർത്തുകൊണ്ട് പറഞ്ഞു. ആ ശാപം എന്താണ് അച്ഛാ? ആ ശാപം അത് കണ്ണാ, അച്ഛൻ അത് പറയാൻ തുടങ്ങിയതും തടസ്സമായി ജനലിൽ കൂടെ അവർ ഇരിക്കുന്ന മുറിയിലേക്ക് കാറ്റാഞ്ഞു വീശാൻ തുടങ്ങി. പതിവില്ലാത്ത ഒരു പൊടിക്കാറ്റ്. എന്റെ കണ്ണി പൊടി പോയി അച്ഛാ! ആദി കരഞ്ഞു നിലവിളിച്ചു. നിക്കുമോനെ, അച്ഛൻ ഊതി കളഞ്ഞു തരാം. ജനലടയ്ക്കാൻ അച്ഛൻ മറന്നു. നമുക്ക് വെളിയിൽ പോയി ശരിയാക്കാം. അച്ഛൻ ടൈപ്പ് ചെയ്യുന്നത് നിർത്തി അവനെ എടുത്തുകൊണ്ട് മുറിയിൽ നിന്നും ഹാളിലേക്ക് ഇറങ്ങി. അവർ രണ്ടുപേരും മുറിക്ക് പുറത്തിറങ്ങിയതും മുറിയിലെ ടൈപ്പ് റൈറ്റർ താനെ പ്രവർത്തിച്ചു തുടങ്ങി. അതിൽ നിന്നും ഒരു പേപ്പർ പ്രിന്റ് ചെയ്തതുപോലെ പുറത്തു വന്നു. അതിൽ നല്ല വലിപ്പത്തിൽ യക്ഷിണി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അതിന്റെ നിറം ചുവപ്പായിരുന്നു. ആ പേപ്പറിൽ നിന്നും ചൂട് ചോരയുടെ മണവും വരുന്നുണ്ടായിരുന്നു. ആ പേപ്പർ ആദിക്കും അവന്റെ അച്ഛനും പുറകെ വായുവിൽ പറക്കുന്നുണ്ടായിരുന്നു. അത് ശരിക്കും അവരുടെ നേർക്കായി ആരോ തൊടുത്തുവിട്ട അമ്പ പോലെ ആയിരുന്നു പോയത്. ആദി മോനെ, വന്നേ, കളിച്ചത് മതി, നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? വേഗം ഇങ്ങോട്ട് വന്നേ. ആദിയുടെ അമ്മ അടുക്കളയിൽ നിന്നും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. പുറത്തിറങ്ങിയ ആദിയുടെ അച്ഛൻ അവന്റെ അമ്മയുടെ വിളി കേട്ട് അവനെയും കൊണ്ട് ഡൈനിങ് ഹാളിലേക്ക് പോയി. ഇല്ല അമ്മ, എനിക്കിപ്പോൾ കഴിക്കാൻ വേണ്ട. ഇപ്പോൾ എനിക്ക് അച്ഛൻ എഴുതുന്ന കഥ കേൾക്കണം. ആദി ഉറക്കെ വിളിച്ചു പറഞ്ഞ് അച്ഛന് നേരെ തിരിഞ്ഞു. അച്ഛാ, നമുക്ക് അമ്മ കാണാതെ എന്റെ റൂമിൽ പോവാം. എന്നിട്ട് എനിക്ക് ബാക്കി കഥ പറഞ്ഞതാ. ആദി അച്ഛനോട് സ്വകാര്യം പോലെ പറഞ്ഞു. നീ നിന്റെ അച്ഛന്റെ ഏത് കഥയാണ് കേൾക്കുന്നത്? നിന്റെ അച്ഛന് വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഏതു നേരം ആ മുറിയിൽ കുത്തിയിരുന്ന് കഥ എഴുത്തു മാത്രം. എന്നിട്ട് വീടിന്റെ പുറത്ത് അതൊക്കെ ആളുകളോട് പറയുക. ഇപ്പതാ നിനക്ക് ഈ പൊട്ട കഥകളൊക്കെ പറഞ്ഞു തന്ന് കേടുവരുത്തുന്നു. ആദി, നീ വന്ന് ഭക്ഷണം കഴിക്ക്. ഞാൻ ദേ നിന്റെ പ്ലേറ്റ് ഒക്കെ എടുത്തു വെച്ചു. അമ്മ അതും പറഞ്ഞ് അവരുടെ അടുത്തേക്ക് ചെന്നു. അപ്പോഴേക്കും ആദിയുടെയും അവന്റെ അച്ഛന്റെയും നേർക്ക് വന്ന പേപ്പർ അവന്റെ അച്ഛന്റെ കഴുത്തിന് പുറകിൽ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ നിന്നു. ഇല്ലമ്മ, കഥ കേട്ടു കഴിഞ്ഞേ ഞാൻ വരുള്ളൂ. ചെറുതായി ദേഷ്യം തോന്നി ആദി അമ്മയുടെ നേർക്ക് നോക്കാതെ അച്ഛന്റെ തോളിന്റെ പുറകിലേക്ക് മുഖം തിരിച്ചു നിന്നു. അച്ഛന്റെ പുറകിൽ നിൽക്കുന്ന ആ പേപ്പർ കണ്ട് അവൻ കൗതുകത്തോടെ അത് പിടിച്ചെടുത്തു. ആദി അത് എടുത്തതും അതിൽ എഴുതിയതെല്ലാം മാഞ്ഞുപോയി.
അവൻ നോക്കുമ്പോ ഒന്നും എഴുതാത്ത വെറും ഒരു വെള്ള കടലാസ മാത്രമായിരുന്നു അത്. അതവൻ മടക്കി അവന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ വെച്ചു. നിക്ക് നിക്ക്, ആ വടി എവിടെ? ഞാൻ അത് എടുത്തിട്ട് വരണോ, അതോ നീ കഴിക്കാൻ വരുന്നുണ്ടോ ആദി? അമ്മ ദേഷ്യത്തിൽ പറഞ്ഞു. ദേഷ്യത്തിൽ ചവിട്ടി തുള്ളി ആദിയുടെ അടുത്തേക്ക് അമ്മ വരുമ്പോൾ അവരുടെ കാലിലെ കൊലുസ് ചിലങ്ക പോലെ കിലുങ്ങുന്നുണ്ടായിരുന്നു. ആദിക്ക് അവന്റെ കുട്ടിക്കാലം മുതൽ തന്നെയുള്ള അമ്മയുടെ മുഖം എത്ര ആലോചിച്ചിട്ടും മനസ്സിൽ ചിത്രീകരിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ അമ്മ എങ്ങനെയായിരുന്നുവെന്ന് അവന് ഓർമ്മ വന്നില്ല. പക്ഷെ അവരെക്കുറിച്ചുള്ള മറ്റെല്ലാം ഓർത്തു. അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം അവന്റെ മനസ്സിൽ വരുന്നത് അവരുടെ ആ പാദസരത്തിന്റെ കിലുക്കമാണ്. നീ എന്താ പറഞ്ഞത്? നീ ആഹാരം കഴിക്കില്ലേ? ആദിയുടെ അമ്മ അവന്റെ ചെവിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ അമ്മ, എന്റെ ചെവി വിട്, എനിക്ക് വേദനിക്കുന്നു. ആദി നിലവിളിച്ചു. അവന്റെ അച്ഛനാണെങ്കിൽ അമ്മയുടെയും മോന്റെയും വഴക്ക് കണ്ട് എന്നും ഇത് പതിവുള്ളതാണെന്ന പോൽ ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് വൃദ്ധൻ ആദിയുടെ മുന്നിൽ കൈവീശി കാണിച്ചപ്പോഴാണ് അവൻ ആ പഴയ ഓർമ്മയിൽ നിന്നും പുറത്തേക്ക് വന്നത്. മോനെ, നിനക്കെന്താ പറ്റിയേ? നിനക്ക് കുഴപ്പമില്ലല്ലോ? കുറെ നേരമായി എന്തൊക്കെയോ ഓർത്ത് ചിരിക്കുന്നു. ശരിയായോ? വൃദ്ധൻ ചോദിച്ചു. സോറി മുത്തശ്ശ, കുറച്ചു നേരം ഞാൻ എന്തൊക്കെയോ ആലോചിച്ചിരുന്നു പോയി. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ആദി പറഞ്ഞു. അവൻ നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പൊക്കെ തൂവാല കൊണ്ട് തുടച്ചു. ഇടയ്ക്കൊന്ന് വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി. സന്ധ്യ മയങ്ങിയിരുന്നു. കിളികളെല്ലാം കൂടണയുന്നു. ഒരു കൂട്ടം വവ്വാലുകൾ ആകാശത്തുകൂടി പറക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു നിമിഷം പേടിച്ചുപോയി, ആശ്വാസത്തോടെ ആ വൃദ്ധൻ പറഞ്ഞു. മുത്തശ്ശ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? യക്ഷിണി ഇപ്പോഴും പുരുഷന്മാരെ ഇരകളാക്കുന്നുണ്ടോ? ആദി വൃദ്ധന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അവന്റെ ചോദ്യം കേട്ടതും പറന്നു പോകുന്ന വവ്വാലുകളിൽ ഒന്ന് അവർ പോകുന്ന ബസ്സിൽ ആദി ഇരിക്കുന്ന സൈഡ് ലക്ഷ്യം വെച്ച് അവന് നേരെ പാഞ്ഞു വന്നു. ആദിയുടെ അടുത്തെത്തിയതും എന്തോ ഒന്ന് അതിനെ തടഞ്ഞതുപോലെ അത് റോഡിലേക്ക് എറിയപ്പെട്ടു. അവർ പോയിക്കൊണ്ടിരുന്ന ബസ് അതിനെ കയറ്റി മെതിച്ചു കൊണ്ടുപോയി. ഇതൊന്നും ആദി അറിഞ്ഞില്ല. പക്ഷെ തങ്ങളുടെ കൂട്ടത്തിലെ ഒരാൾ മരണപ്പെട്ടതുകൊണ്ടോ അതോ മറ്റേതോ അദൃശ്യ ശക്തിയുടെ ആജ്ഞ കൊണ്ടോ ആകാശത്തുകൂടി പറന്ന മറ്റു വവ്വാലുകൾ ആ ബസ്സിനെ ലക്ഷ്യം വെച്ചു